ഹലോ നമസ്തേ, വെൽക്കം ടു ആദീസ് ഡേയ്സ്. ഇന്ന് ഞാനും അച്ഛനും കൂടി വീടിനടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോന്നിരിക്കുകയാണ്. മാത്തൂർ ശിവക്ഷേത്രം എന്നാണ് പേര്. പന്നിത്തടം ഭാഗത്താണുള്ളത്. അപ്പം അച്ഛൻ വൈകുന്നേരം നമുക്ക് അമ്പലത്തിൽ പോയാലോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ റെഡി ആയിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങൾ രണ്ടാളും കൂടി. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഞങ്ങൾ ബൈക്കിൽ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ പിൻഭാഗത്തു കൂടിയാണ് കയറിയത്. പിൻഭാഗത്തു കൂടെ നോക്കിക്കഴിഞ്ഞാൽ പാർവതി ദേവിയുടെ പ്രതിഷ്ഠയാണ് കാണാം. പക്ഷെ അവിടെ ഗേറ്റ് അടച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മുന്നിലേക്ക് തന്നെ നടന്നു. ഈ അമ്പലം ഒരുപാട് നാൾ പഴക്കമുള്ളൊരു അമ്പലമാണ്. ഇതിന് പിന്നിൽ കുറേ ചരിത്രമൊക്കെ ഉണ്ട്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 പുണ്യപുരാതന ക്ഷേത്രങ്ങളിൽ 6ാമത്തേതാണ് ഈ മാത്തൂർ ശിവക്ഷേത്രം എന്നാണ് ഇവിടുത്തെ വിശ്വാസം. ഇവിടെ നാഡീശാസ്ത്രത്തിൻ്റെ പിതാവായിട്ടുള്ള അഗസ്ത്യ മഹർഷി തപസ് ചെയ്ത് മഹാദേവനെ പ്രത്യക്ഷനാക്കി എന്നും പറയുന്നുണ്ട്. ഈ അഗസ്ത്യമുനി തപസ് ചെയ്തിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സ്ഥലവും ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ചെന്ന് കയറിക്കഴിഞ്ഞാൽ വലത് ഭാഗത്ത് കിണറിൻ്റെ സമീപത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും അഗസ്ത്യമുനി തപസ് ചെയ്തിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലം എന്ന് എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. അവിടെ കോവിലിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവലിംഗം എന്ന് പറയുന്നത് വളരെ വലിയൊരു ശിവലിംഗമാണ്. ധാരയ്ക്ക് വേണ്ടി ശിവലിംഗത്തിൽ ഉണ്ടായിരുന്ന ചാർത്തൊക്കെ അഴിച്ചപ്പോഴാണ് അതിൻ്റെ ഒരു വലിപ്പം മനസ്സിലായത്. പോരാത്തതിന് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നന്ദികേശൻ്റെ പ്രതിമയായാൽ പോലും അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അതിൻ്റെ കണ്ണെന്ന് പറയുന്നത് വളരെ ജീവനുള്ള പോലത്തെ ഒരു ഫീലാണ് നമുക്ക് തരാം. അവിടെ തൊഴാൻ ചെല്ലുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, കണ്ണിന് ഭയങ്കര ജീവനുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് പണിത ആളുടെ ഒരു കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ തൊഴുതിറങ്ങി. ചെറുതായിട്ട് ഇപ്പോഴും മഴ ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സംസാരിച്ച് അങ്ങനെ പോന്നു. അപ്പോൾ ഇതാണ് എൻ്റെ നാട്, വെള്ളറക്കാട്. ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ജംഗ്ഷനാണ്, പൈങ്ങാട്ടുപാറ എന്ന് പറയും. പിന്നെ ഈ വഴി ഈ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞാലാണ് കൊടക്കല്ല് പറമ്പ് എന്ന് പറയുന്ന സ്ഥലം. അതൊരു പ്രീ ഹിസ്റ്റോറിക് പ്ലേസാണ്, ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അപ്പോൾ എല്ലാവർക്കും വരാം. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.